മൂലം നക്ഷത്രം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ തീവ്രമായ ചിന്തയും ആത്മവിശ്വാസവും ഉള്ളവർ തന്നെയാണ്. അതുമാത്രമല്ല, ഇവർ നല്ല ദൃഢനിശ്ചയവും ഉണ്ട്. ഇവർ ഭയങ്കര ഇമോഷണൽ ബീയിങ് ആണെങ്കിലും ചിലപ്പോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് ഇവരെന്താ ചെയ്യുക എന്നുള്ളത് ഇവർക്ക് അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽ പെടുകയാണെങ്കിൽ അതിന് എന്തായാലും നിങ്ങൾ തരണം ചെയ്ത് വരും, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരും. അത് നിങ്ങൾ വിചാരിക്കണ ആൾ തന്നെ വരണം എന്നൊന്നുമില്ല, പക്ഷെ എവിടുന്നെങ്കിലും ആരെങ്കിലും രക്ഷിക്കാൻ വരും. അങ്ങനെ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ പെട്ടെന്ന് നടത്താൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങൾ ബോൾഡാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അങ്ങനെ പെട്ടെന്ന് തളരുമൊന്നുമില്ല. ആ കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ആയിരിക്കും, അതിനു വേണ്ടി ചെയ്തും കൊണ്ടുമിരിക്കും. ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊഫഷണലി ഒരു മെൻ്റൽ ക്ലാരിറ്റി വളരെ കുറവായിരുന്നു. അതുമാത്രമല്ല, പക്ഷെ ഫാമിലി സപ്പോർട്ട് ഉള്ളതും കൊണ്ട് ആ മെൻ്റൽ ക്ലാരിറ്റിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിണ്ടാവില്ല. അങ്ങനെ ഫാമിലി സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആക്കണം. അതിൽ കോൺസെൻട്രേഷൻ എന്തായാലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിലെ കോൺസെൻട്രേഷനാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷനിൽ ആരെങ്കിലും നിങ്ങൾ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഷർ ഏറ്റെടുത്തിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം അത് തോൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുന്നതായിരിക്കും ഓഗസ്റ്റിൽ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഓഗസ്റ്റ് 2nd വീക്കിന് ശേഷം ഉണ്ടാവും. എന്ന് വെച്ചിട്ട് നല്ലൊരു പ്രണയം കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഒരു കണക്ഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ കമ്മിറ്റഡ് ആണ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഈഗോ ഇല്ലാണ്ട് സംസാരിക്കൂ. പരമാവധി താഴ്ന്നു കൊടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ പറയുന്നത് എന്തോ അത് കറക്റ്റായിട്ട് കേൾക്കുക, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രമോഷൻസ് പോസിബിൾ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ പ്രീവിയസ് വർക്ക് കണ്ടിട്ടാണ് അതിൽ വിലയിരുത്തുന്നത്. ഓഫീസിൽ നിങ്ങളുടെ മാനേജർക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. ആ പൊളിറ്റിക്സ് അവോയ്ഡ് ചെയ്യരുത്. അത് എന്തായാലും കറക്റ്റ് സ്റ്റഡി ചെയ്യുക. അത് മൊത്തത്തിൽ അനുസരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ടീം വർക്കിൽ ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ഫ്രീലാൻസേഴ്സ് ആണെങ്കിൽ അവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഓഗസ്റ്റ് 2nd വീക്കിൽ ഉണ്ടാവും. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ബിസിനസ് പരമാവധി അവോയ്ഡ് ചെയ്യുക. വലിയ ഇൻവെസ്റ്റ്മെൻറ്റും 2nd വീക്കിൽ വേണ്ട. റിസ്ക് ടേക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് റെഫർ ചെയ്തിട്ട് മാത്രം റിസ്ക് ടേക്ക് ചെയ്യുക. കാരണം അവർ പറയുന്ന വിശ്വസിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിസ്ക് എടുക്കരുത്. ഓഗസ്റ്റ് 17 ശേഷം എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഗെയിന് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഓഗസ്റ്റ് 1st വീക്കിൽ എനർജി എന്തായാലും നന്നായിട്ട് ഗെയിൻ ചെയ്യും. പക്ഷെ ഹോർമോണൽ ഇംബാലൻസ് കൂടുതലും സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതൊരു ബാക്ക് പെയിനും വരാൻ സാധ്യതയുണ്ട്, അതും ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 15 ട്രാവൽ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. നെഗോസിയേഷനൊക്കെ സക്സസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓഗസ്റ്റ് 6, 11, 21, 24, 28 17 ഉണ്ട്. ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഫേവറബിൾ ആയിട്ടുള്ള ദിവസമാണ്, ലക്കി ഡേയ്സ് ആണ്. 9ഉം 12ഉം അൺലക്കി ആയിട്ടുള്ള ദിവസമാണ്. ആ ദിവസം നിങ്ങൾ ലീവ് എടുത്തിട്ട് മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.